ഹായ് ഗേയ്സ്, നമ്മളിന്ന് പത്മനാഭപുരം കൊട്ടാരം കാണാനാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കൊട്ടാരത്തിൻ്റെ കവാടമാണ്. നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. തടിയിൽ തീർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരമാണ് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് പത്മനാഭപുരം കൊട്ടാരം. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്കടുത്ത് ആണ് നമ്മുടെ പത്മനാഭപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത്. 1601 കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതോടെ പത്മനാഭപുരം കൊട്ടാരം ഉൾപ്പെടുന്ന കന്യാകുമാരി ജില്ല തമിഴ്നാടിൻ്റെ ഭാഗമായി മാറിയെങ്കിലും കൊട്ടാരത്തിൻ്റെ അവകാശവും നിയന്ത്രണവും ഇപ്പോഴും കേരള സർക്കാരിൻ്റെതാണ്. കൊട്ടാരത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9:30 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4:30 വരെയുമാണ് ടിക്കറ്റിൻ്റെ ടൈമിംഗ്. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ്. അതുപോലെ ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഞങ്ങൾ പോയ സമയത്ത് 40 ആയിരുന്നു, ഇപ്പോൾ അത് 50 ആക്കിയിട്ടുണ്ട്. കൊട്ടാരത്തിനകത്ത് ചെരുപ്പുകൾ ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ നമ്മൾ ചെരുപ്പ് ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളിൽ തന്നെ വെച്ചിട്ട് വരികയോ ചെയ്യേണ്ടതാണ്. ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. ക്യാമറയും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകുന്നവർ പ്രത്യേകം കാശ് കൗണ്ടറിൽ അടച്ചിട്ട് വേണം ചെല്ലുവാൻ. അവിടെ ആൾക്കാർ കാണാം, അവിടെ ഭയങ്കര ക്യൂ കാരണം നമ്മളെ അങ്ങോട്ട് വിട്ടില്ല. നേരെ തിരിച്ച് വിട്ടിരിക്കുന്നത് നമുക്ക് ഊട്ടുപുരയിലേക്കാണ്. ഊട്ടുപുര എന്ന് പറയുന്നത് ഇവിടെ മുകളിലും താഴെയുമായിട്ട് 1000 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഊട്ടുപുര നിർമ്മിച്ചിരിക്കുന്നത്. മൈസൂരിലെ ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ പത്മനാഭപുരത്ത് അഭയം പ്രാപിച്ച ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകാനാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കാറ്റും വെളിച്ചവും കൃത്യമായി കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ മന്ദിരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. കേരള വാസ്തുകലയിലെ ഒരു മകുട ഉദാഹരണമാണ് 6 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരം. മാളികകളിൽ ചിലത് കാലപ്പഴക്കം മൂലം സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാറില്ല. ജനലുകൾക്ക് പകരം തടിയിൽ തീർത്ത അഴികളാണ് ഇവിടെ കൂടുതലും. ഇത് കൊട്ടാരത്തിലെ വായു സഞ്ചാരത്തിന് സഹായിക്കുന്നു. പരമ്പരാഗത ശൈലിയിൽ മുട്ടയുടെ വെള്ളയും നീലാമരയും ചിരട്ടക്കരിയും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള മിനുസമുള്ള തറയാണ് കൊട്ടാരത്തിൽ കാണാൻ കഴിയുന്നത്. ഈ സ്റ്റെപ്പുകൾ ചവിട്ടി കയറി ചെല്ലുന്നത് മഹാരാജാവിൻ്റെ പള്ളിയറയിലേക്കാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ സപ്രപഞ്ചക്കട്ടിലാണ്. മഹാരാജാവ് കിടന്നിരുന്നത് 64 ഔഷധവൃക്ഷങ്ങളുടെ തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ഔഷധക്കട്ടിലാണ്. കൊളച്ചിൽ യുദ്ധത്തിന് ശേഷം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയതാണ് ഈ സപ്രപഞ്ചക്കട്ടിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ രാജകുടുംബാംഗങ്ങൾ നടന്നു നീങ്ങിയ വരാന്തയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. നമുക്ക് സൈഡിലായിട്ട് ആട്ടുതൊട്ടിലും അതുപോലെ ഭിത്തിയിൽ വലിയൊരു കണ്ണാടിയും കാര്യങ്ങളും കാണാം. നമ്മുടെ ഇടത് വശത്താണെങ്കിൽ തടിയിൽ തീർത്ത കൊത്തുപണികളുടെ ധാരാളിത്തം നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്മ മഹാറാണി കിടന്നിരുന്ന കട്ടിലാണ് നമ്മൾ കാണുന്നത്. നിറയെ കൊത്തുപണികൾ ചെയ്ത് പിത്തള പതിപ്പിച്ചിരിക്കുന്ന കട്ടിൽ.
റൂമിന് അടുത്തായി തന്നെ കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള 2 ശുചിമുറികൾ നമുക്കിവിടെ കാണാൻ കഴിയും. മഹാരാജാക്കന്മാർ ഉത്സവ ദിവസങ്ങളിൽ തേരോട്ടം കാണുന്നതിനും വിശേഷ ദിവസങ്ങളിൽ പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും ഇവിടെയായിരുന്നു. ഇതിനെ അമ്പാരി മുഖപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ദ്രവിലാസം കൊട്ടാരം. വിദേശികൾക്ക് താമസിക്കാനായി നിർമ്മിച്ചതാണ് ഇത്. ഇന്ദ്രവിലാസം കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ ഒരു പൂമുഖമാണ്. വലിയ തൂണുകളാൽ നിൽക്കുന്ന ഒരു പൂമുഖം. അവിടെ നിന്ന് നമ്മൾ പതുക്കെ നടന്ന് നീങ്ങുന്നത് അതിമനോഹരമായ അതിവിശാലമായ ഒരു ഗാർഡനിലേക്കാണ്. അങ്ങനെ കൊട്ടാരത്തിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. നമുക്ക് അകത്ത് തന്നെ ഇന്ദ്രവിലാസം കൊട്ടാരം, അതുപോലെ തായി കൊട്ടാരം, അങ്ങനെയൊക്കെ അതെല്ലാം നമ്മൾ കണ്ടു. അതെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി നടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരു വശത്തായിട്ട് വലിയൊരു മതിൽക്കെട്ടുണ്ട്. അതിനപ്പുറത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു കുളമാണ്. വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പിൽ നല്ല അതിമനോഹരമായിട്ടുള്ള കുളം നമുക്ക് കാണാം. അവിടെ നമ്മുടെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ സൈഡിൽ പഴയ കിച്ചൻ്റെ കണ്ട അരകല്ല് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ കല്ല് കൊത്തിയത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൊട്ടാരത്തിലെ കുളപ്പുരയാണ് ഇത്. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ആ കുളം, അപ്പുറത്തെ സൈഡിലെ ആ കുളമാണിത്. നല്ല രസമുണ്ട്. മീനുകളൊക്കെ കിടക്കുന്നതാണ്, വെള്ളമൊക്കെ നല്ല കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ആ പഴയ കൊട്ടാരത്തിൻ്റെ കുളപ്പുരയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം കണ്ടു കഴിഞ്ഞത്. അവിടെ നമ്മൾ നേരെ നടന്നു വരുമ്പോൾ നമുക്ക് കിച്ചണാണ്, അതായത് കൊട്ടാരത്തിലെ അടുക്കളയുടെ ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പഴയ ഓരോ സാധനങ്ങൾ പൊടിക്കാനും എടുക്കാനുമുള്ള കാര്യങ്ങളും വെള്ളം പിടിച്ചു വെക്കാനുള്ള കല്ലുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ടാങ്കുകളും കാര്യങ്ങളും കണ്ട് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി നമ്മുടെ ചുറ്റുമുള്ള ചെറിയ കൊട്ടാരങ്ങളുടെ എല്ലാം കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഗാർഡനിലൂടെ നമ്മളിനി നടന്ന് ചെല്ലാൻ പോകുന്ന സ്ഥലമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഒരു ദൃശ്യമാണിത്. ഹിസ് ഹൈനസ് അബ്ദുള്ള, അതുപോലെ മണിച്ചിത്രത്താഴ് സിനിമയിലൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണിത്. എത്രയോ നർത്തകിമാർ നടനമാടിയ, എത്രയോ സംഗീതജ്ഞർ തങ്ങളുടെ രാഗാപനത്താൽ മുഖരിതമാക്കിയ നവരാത്രി മണ്ഡപം. ഒരു ദിവസം മുഴുവൻ വേണ്ടിവരും ഈ കൊട്ടാര സമുച്ചയം പൂർണ്ണമായും കണ്ടു തീർക്കാൻ. 16-ാം നൂറ്റാണ്ട് മുതൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വേണാട് രാജവംശത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരക്കെട്ടുകളാണ് നാം കണ്ടത്. 18-ാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതത്തെപ്പറ്റി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന പ്രൈതിക സ്മാരകമാണിത്.